എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് വരലക്ഷ്മി വ്രതവും മുപ്പട്ട് വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ഈ ദിവസം. അഷ്ടൈശ്വര്യങ്ങളും ധനസമൃദ്ധിയും കുടുംബത്തിൽ ആ സന്തോഷമൊക്കെ എത്തുവാൻ മഹാലക്ഷ്മി ഉപവസിക്കാൻ പറ്റി ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് നാളെ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ പുണ്യദിനത്തിൽ വീട്ടിൽ വ്രതമെടുക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ വഴിപാടുകളാണ് വീട്ടിൽ ചെയ്യാൻ സാധിക്കുക, വീടെങ്ങനെ അലങ്കരിക്കണം, ഈ ദിവസം നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവയെല്ലാം വളരെ വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിത്. അപ്പം നമ്മൾ അറിയാൻ പോവുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്. അങ്ങനെ എല്ലാം വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എന്താണ് വരലക്ഷ്മി വ്രതം മുപ്പട്ട് വെള്ളിയാഴ്ചയെന്ന് ഞാൻ ആദ്യം പറയാം. ആദ്യം തന്നെ എന്താണെന്ന് ഈ ദിവസത്തിന് പ്രത്യേകത എന്ന് വ്യക്തമായിട്ട് പറയാം. വരം നെല്ലുകുന്ന ലക്ഷ്മി ദേവിയാണ് വരലക്ഷ്മി. പാർവതി ദേവിയുടെ ഉപദേശപ്രകാരം ചാരുമതി എന്ന ഭക്തിയായ സ്ത്രീ അനുഷ്ഠിച്ച സർവ്വ ഐശ്വര്യങ്ങളും നേടിയെടുത്ത വ്രതമാണ് വരലക്ഷ്മി വ്രതം എന്നാണ് ഐതിഹ്യം. അഷ്ടലക്ഷ്മിമാരെയും ഒരുമിച്ച് പൂജിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫലമാണ് ഈ ഒറ്റ വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചിങ്ങമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അതായത് മുപ്പട്ടി വെള്ളിയാഴ്ച കൂടി വരുമ്പോൾ ഈ ദിനത്തിൻ്റെ മഹത്വം ഇരട്ടിക്കുകയാണ്. മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകൾ ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണല്ലോ. അതും കൊല്ലവർഷത്തിൽ തുടക്കമായിട്ട് ചിങ്ങമാസത്തിൽ വരുമ്പോൾ വരും വർഷം മുഴുവൻ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും നിലനിൽക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ പൂജയ്ക്കും വ്രതത്തിനും മുന്നോടിയായിട്ട് വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം വേണ്ടത് നമ്മുടെ വീട് വൃത്തിയാക്കുക എന്നാണ് കേട്ടോ. തലേ ദിവസം തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ പൂജാമുറിയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ആ നെഗറ്റീവ് ഊർജ്ജം മാറി മഹാലക്ഷ്മി സാന്നിധ്യം വീട്ടിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീടിൻ്റെ പ്രധാന കവാടത്തിൽ കുറച്ച് ആരിപ്പ് കൊണ്ട് ഐശ്വര്യപ്രദമായിട്ടുള്ള കോലങ്ങളൊക്കെ വരയ്ക്കുന്നത് നല്ലതാണ്. മാവില തോരണങ്ങളൊക്കെ തെച്ചി മുല്ലപ്പൂക്കൾ എന്നിവ കൊണ്ടൊക്കെ വാതിൽ അലങ്കരിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ അന്നേ ദിവസം തന്നെ വീടിൻ്റെ പരിസരവും പൂജാമുറിയൊക്കെ നമ്മൾക്ക് നല്ല മഞ്ഞൾ വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പച്ചക്കർപ്പൂരമൊക്കെ ഇട്ടിട്ട് തളിച്ച് ശുദ്ധിയാക്കണം. പരിസരവും വീടിൻ്റെ അകവും പൂജാമുറിയുടെ നമ്മുടെ ഭഗവാന്റെ ഫോട്ടോയൊക്കെ പാറാമ്പരയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തൂത്തുവാരി അതെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കുക. പഴയ ചന്ദനത്തിരിയുടെ ബാക്കി പൊടികൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രസാദത്തിൻ്റെ പൂക്കൾ, പഴയ ചന്ദനം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നമ്മുടെ പൂജാമുറി നല്ല രീതിയിൽ വൃത്തിയാക്കുക. നമ്മൾ അതിരാവിലെ വ്രത ദിവസം അതിരാവിലെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക കേട്ടോ. ആ സമയത്ത് കുളിച്ച് നല്ല രീതിയിൽ മഞ്ഞ, വെളുത്ത അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള നല്ല പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ കലക്കി തേച്ച് നല്ല അലക്കി നല്ല ശുദ്ധമായിട്ടുള്ള വസ്ത്രം ഉണ്ടാവില്ലേ, അത് ഇടാം കേട്ടോ. കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പകൽ സമയം പൂർണ്ണമായിട്ടും ഉപവസിക്കുകയോ അല്ലെങ്കിൽ ധാന്യാഹാരം, അതായത് അരിഭക്ഷണം ഒഴിവാക്കി പഴങ്ങൾ, പാല്, കരിക്കയൊക്കെ കഴിച്ച് വ്രതമെടുക്കാനാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ നമുക്ക് സസ്യാഹാരം കഴിക്കാവുന്ന കേട്ടോ, ഒരിക്കലും എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ വൈകുന്നേരം സന്ധ്യാസമയത്ത് പൂജയ്ക്ക് ശേഷം ദേവിക്ക് അർപ്പിച്ച നൈവേദ്യമോ പഴമോ കഴിച്ചിട്ട് വ്രതം പൂർത്തിയാക്കുക കേട്ടോ. പിന്നെ വീടുകളിൽ യാതൊരു കാരണവശാലും അന്നേ ദിവസം തർക്കങ്ങളോ ദേഷ്യമോ ഒന്നും പാടില്ല. വീട് അടച്ചിടുകയോ പിന്നെ അതുപോലെ തന്നെ വീട്ടിലെപ്പോഴും ബഹളമൊക്കെ ഉണ്ടാക്കി ആ ദിവസം മൊത്തം നല്ല രീതിയിലുള്ള വ്രതവും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഭഗവാനെ പൂജിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം അന്നേ ദിവസം വേണ്ടത്. പിന്നെ ശരീരശുദ്ധിയോടുകൂടി മാത്രം അന്നത്തെ ദിവസം ഇരിക്കുക. മദ്യപാനം, മാംസാഹാരം എന്നിവ പൂർണ്ണമായിട്ടും അന്നേ ദിവസം നിങ്ങൾ ഒഴിവാക്കണം. വളരെ ലളിതമായിട്ട് ഭക്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ ചെയ്യുന്ന ഈ ചെറിയൊരു പ്രാർത്ഥന പോലും മഹാലക്ഷ്മി സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഇനി വീട്ടിലെ നമ്മുടെ സ്ഥാനങ്ങളിൽ സ്ഥിരമായിട്ടുള്ള ഐശ്വര്യവും സ്ഥാനവളർച്ചയും ലഭിക്കാനായിട്ട് 3 നാണയങ്ങൾ വെച്ചുള്ളൊരു പൂജ ചെയ്യാൻ പറ്റും കേട്ടോ. 1 രൂപയുടെയോ 5 രൂപയുടെയോ നാണയങ്ങൾ എടുക്കണം. അത് ഒന്ന് വൃത്തിയായിട്ട് നന്നായിട്ട് എടുക്കുക. അതൊന്നെങ്കിൽ തുളസി വെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ മുക്കി തുടച്ചെടുക്കണം. നിലവിളക്കിന് മുന്നിലിരുന്ന് ആ നാണയങ്ങൾ ഓരോന്നായിട്ട് വിളക്കിന് ചുറ്റും വലത്തോട്ട് 3 തവണ ഒഴിയുക. ഒന്നാമത്തെ നാണയം നമുക്ക് ഇത് അടുക്കളയിൽ അരിപ്പാത്രത്തിന് അടിയിലോ ഷെൽഫിലോ വയ്ക്കാം കേട്ടോ. നമുക്ക് അന്നപൂർണേശ്വരി കടാക്ഷത്തിനായിട്ട് ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച്. രണ്ടാമത്തെ നാണയം നമുക്ക് ഇത് നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ സൂക്ഷിക്കാം, തൊഴിൽ തടസ്സവും സാമ്പത്തിക തടസ്സവും മാറാനായിട്ട്. മൂന്നാമത്തെ നാണയം ഇത് വീടിൻ്റെ നമ്മുടെ ബെഡ്റൂമിലോ അലമാരിയിലോ വയ്ക്കുക. ആയുരാരോഗ്യവും സമാധാനവും ഒക്കെ ഉണ്ടാവാനാണ്. സന്ധ്യാസമയത്ത് മഹാലക്ഷ്മി സ്വീകരിക്കാനായിട്ട് വീടിൻ്റെ മുൻവാതിൽ ഒരല്പം തുറന്നിടാൻ ശ്രദ്ധിക്കുക. ഈ 3 നാണയങ്ങളും ഒരു വർഷത്തേക്ക് ആ സ്ഥാനത്തിൽ
തന്നെ സൂക്ഷിക്കുക. പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ആത്മാർത്ഥമായുള്ള ഒരു പരിശ്രമവും അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയും ഗണപതി ഭഗവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളും തുറന്നു തരുമെന്ന് പ്രാർത്ഥിക്കാം. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ദിവസം പറ്റുമെങ്കിൽ സൂര്യോദയത്തിന് മുൻപേ തന്നെ ഉണർന്ന് കുളിച്ച് ബ്രഹ്മമുഹൂർത്തി തന്നെ എഴുന്നേൽക്കാൻ നോക്കണം കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അതായത് മഞ്ഞ കളറോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ളതോ വെളുത്ത നിറത്തിലുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഒരിക്കലും കറുപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കരുത്. പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ദേവിയെ സ്മരിച്ച് ഇന്ന് ഞാൻ വരലക്ഷ്മി വ്രതം നോൽക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. പകൽ സമയം പൂർണ്ണമായിട്ടും ഉപവസിക്കുകയോ അല്ലെങ്കിൽ ധാന്യാഹാരം ഒഴിവാക്കിയിട്ട് പഴങ്ങൾ, പാല്, കരിക്ക് എന്നിവ മാത്രം കഴിച്ച് വ്രതമെടുക്കാൻ ശ്രദ്ധിക്കുക. നാമജപം ദിവസം മുഴുവൻ മനസ്സിൽ നീ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രമോ കനകധാര സ്തോത്രമോ ഇന്നേ ദിവസം ജപിക്കാൻ നോക്കുക. വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി ദേവിക്ക് നൈവേദ്യം അർപ്പിച്ച് ശേഷം സസ്യാഹാരം കഴിച്ച് വ്രതം പൂർത്തിയാക്കാം കേട്ടോ. അപ്പം നാളെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നാളെ വ്രതം എടുക്കുമ്പോൾ വീട്ടിൽ പൂജ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട്. പൂജാമുറിയും ശുദ്ധിയാക്കണം. വീടിൻ്റെ പ്രധാന കവാടവും പൂജാമുറിയും വൃത്തിയാക്കി നമുക്ക് അരിപ്പൊടി കൊണ്ട് കോലമൊക്കെ ഇട്ട് അലങ്കരിക്കുന്നത് നല്ലതാണ്. അതായത് ലക്ഷ്മി സാന്നിധ്യം ആകർഷിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ ലളിതമായിട്ടുള്ള പൂജകളോ കലശമോ ഒക്കെ നടത്തുന്നത് നല്ലതാണ്. സാധിക്കുമെങ്കിൽ ചെറിയൊരു മരപ്പീഠത്തിൽ അരി വിതറി ഒരു പാത്രത്തിൽ വെള്ളവും വെറ്റിലയും നാണയവും ഒക്കെ വെച്ച് അതിന് മുകളിൽ മഞ്ഞൾ തേച്ച ഒരു തേങ്ങ വെച്ച് ലക്ഷ്മി സാന്നിധ്യം സങ്കല്പിച്ച് നമുക്ക് പൂജിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ നൂല്, അതായത് മഞ്ഞൾ പുരട്ടിയ 9 കെട്ടുള്ള നൂൽ ദേവിക്ക് മുന്നിൽ വെച്ച് പൂജിച്ച ശേഷം വലത് കൈത്തണ്ടിൽ കെട്ടുന്നത് മംഗല്യ ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വളരെ നല്ലതാണ്. ഭഗവാന് ദേവിക്ക് നമുക്ക് പാൽപ്പായസം അല്ലെങ്കിൽ അടയോ, നമുക്ക് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ നമുക്ക് ചെറുപയർ പുഴുങ്ങിയതോ അല്ലെങ്കിൽ ശർക്കരയോ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ദേവിക്ക് നിവേദിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ ദേവിക്ക് നമുക്ക് വൈകുന്നേരം സന്ധ്യാസമയത്ത് വീടിൻ്റെ ഉമ്മറത്തും ജനലുകളിലെ പൂജാമുറിയിലൊക്കെ നെയ്വിളക്കോ എള്ളെണ്ണ വിളക്കോ കൊളുത്തി വയ്ക്കുക കേട്ടോ. പിന്നെ പൂജാമുറിയുടെ നമ്മുടെ അവിടെ നമുക്ക് ആ സമയത്ത് രാവിലെയൊക്കെ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതൊക്കെ നല്ലതാണ്. വീട്ടിലെത്തുന്ന സുമംഗലിയായ സ്ത്രീകൾക്കോ മുതിർന്നവർക്കോ നമുക്ക് വെറ്റില, അടയ്ക്ക, മഞ്ഞൾ, കുങ്കുമം, വള, മധുര പലഹാരങ്ങൾ, പഴം എന്നിവയൊക്കെ നൽകുന്നത് മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും വലിയൊരു വഴിപാടാണ്. അപ്പോൾ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഭക്ഷണക്രമമാണ്. പകൽ സമയം പൂർണ്ണമായിട്ട് ഉപവസിക്കുക, അതിൽ ധാന്യാഹാരങ്ങൾ ഒഴിവാക്കി പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വ്രതമെടുക്കുന്നവർ ഒരിക്കലും അതായത് ഒട്ടും സാധിക്കാത്തവർക്ക്, നമുക്ക് പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം സസ്യാഹാരം കഴിക്കാം കേട്ടോ. വ്രതം അവസാനിപ്പിക്കുന്നത് വൈകുന്നേരം സന്ധ്യാസമയം പൂജയ്ക്ക് ശേഷം ദേവിക്ക് അർപ്പിച്ച നൈവേദ്യമോ പഴങ്ങളോ കഴിച്ച് നമുക്ക് വ്രതം പൂർത്തിയാകാം കേട്ടോ. പിന്നെ വീടുകളിൽ യാതൊരു കാരണവശാലും തർക്കങ്ങളോ ദേഷ്യമോ ഒന്നും അന്നേ ദിവസം പാടില്ല. വീട് അടച്ചിടുകയോ പിന്നെ അതുപോലെ നിറഞ്ഞു കിടക്കുകയോ ഒന്നും ചെയ്യരുത്. വ്രത ദിവസം പൂർണ്ണമായിട്ടും അക്ഷരശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഇരിക്കുക. മദ്യപാനം, മാംസാഹാരം എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. വളരെ ലളിതമായിട്ട് ഭക്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രാർത്ഥന പോവും മഹാലക്ഷ്മി സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഈ വരലക്ഷ്മി വ്രതവും 30 വെള്ളിയാഴ്ചയും നിങ്ങളുടെ കുടുംബത്തിലെ അഷ്ടൈശ്വര്യങ്ങളും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. സന്ധ്യാസമയത്ത് ദീപാരാധന കാണുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അത് കനകദാസ്തോത്രങ്ങളും ഓം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അന്നേ ദിവസം നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ നമ്മൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ദേവിക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ മറക്കരുത്. ദേവിയുടെ പ്രാർത്ഥന ഓം മഹാലക്ഷ്മി നമ എന്നുള്ള പ്രാർത്ഥനയെങ്കിലും 108 തവണ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വരലക്ഷ്മി വ്രതവും 30 വെള്ളിയാഴ്ചയും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങളും ധനസമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ് കേട്ടോ.